നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. പഞ്ചമി നായിക എന്ന പേരിൽ അറിയപ്പെടുന്ന വരാഹി ദേവിയുടെ ദിവസം പഞ്ചമി തിഥിയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പഞ്ചമി തിഥിയിൽ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും ഇരട്ടി ഫലസിദ്ധി ലഭിക്കുമെന്നാണ് അന്ന് നമ്മൾ എന്ത് അമ്മയോട് കേണപേക്ഷിച്ചാലും അമ്മ നടത്തി തരുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതീവ ശക്തിയാർന്ന ഇൻട്രസ്റ്റിംഗ് ആയ വരാഹി അമ്മയുടെ ഒരു താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുന്നതാണ്. ഈ വഴിപാട് പഞ്ചമി ദിവസം ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ അമാവാസി ദിവസമോ ശനിയാഴ്ച ദിവസമോ ചെയ്യാവുന്നതാണ്. ഒരേ ഒരു സാധനം മാത്രം വെച്ചിട്ടാണ് അമ്മയ്ക്ക് ഈ വഴിപാട് ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ കല്ലുപ്പാണ് ഈ വഴിപാട് ചെയ്യാൻ ആവശ്യമുള്ള വസ്തു. എത്ര വേണമെന്ന് കേട്ടാൽ 3 കിലോ കല്ലുപ്പാണ് വേണ്ടത്. അത് വീട്ടിൽ ഓൾറെഡി വാങ്ങി വെച്ചിരിക്കുന്നത് എടുക്കാൻ പാടില്ല. കടയിൽ നിന്ന് പുതിയ പാക്കറ്റിലുള്ളത് വാങ്ങുക. സാധാരണ എല്ലാവരും വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴാണ് പലവിധ പരിഹാരങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്നത്. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അസുഖം, തടസ്സങ്ങൾ, പണപ്രശ്നം, ഏത് വിഷയം എടുത്തു നോക്കിയാലും അത് ശരിയാവാതെ ഒന്നിനും ഒരു വ്യക്തതയില്ലാതെ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ അതെല്ലാം ശരിയാവാൻ വേണ്ടിയാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്. ഇനി ഈ പരിഹാരം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഏത് വിഷയമാണോ, അത് നമുക്ക് എന്തൊക്കെ ശരിയാവണമോ അതെല്ലാം മനസ്സിൽ നമ്മൾ വിചാരിക്കുക. അതെല്ലാം ഒരേ ഒരു കാര്യം മാത്രമാണ് പെട്ടെന്ന് ശരിയാക്കി തന്നാൽ മതി എന്ന് മനസ്സിൽ വിചാരിച്ചാലും കുഴപ്പമില്ല. അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളും ആവശ്യപ്പെടാം, ഒരു കാര്യവും ആവശ്യപ്പെടാം. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ, ഈ കല്ലുപ്പ് 3 കിലോ ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അത് വീട്ടിലിരിക്കുന്ന ഒരു വലിയ സിൽവർ പാത്രത്തിൽ, അത് ഏതെങ്കിലും ഒരു വലിയ ഒരു കലമാവാം, ചരുവമാവാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് വരിക. എന്നിട്ട് വീട്ടിൽ എത്ര പേരുണ്ടോ, ഇപ്പോൾ ഒരു ഫാമിലിയിൽ എത്ര പേരുണ്ടോ അവരെല്ലാം ഓരോ കൈപ്പിടി ഉപ്പ് എടുത്തിട്ട് ഈ സിൽവർ പാത്രത്തിലേക്ക് ഇടുക. സിൽവർ പാത്രം ഇല്ലെങ്കിൽ മൺപാത്രം എടുത്താലും മതിയാവും. ഓരോ കൈപിടി എടുത്ത് ഈ പാത്രത്തിൽ ഇടുന്ന സമയത്തിന് നമ്മളുടെ ആവശ്യം എന്താണേലും അത് വരാഹിയമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് പാത്രത്തിലേക്ക് ഈ ഓരോ പിടി ഉപ്പ് ഇടുക. ഒരു വീട്ടിൽ തന്നെ ചിലർ അതിരാവിലെ പോകുന്നവരാവാം. അത് ജോലിക്കാണെങ്കിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാവാം. ഈ സമയത്ത് വീട്ടിലിരിക്കാത്തവർക്കും ചിലർ ഔട്ട്സൈഡ് കൺട്രീസിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉണ്ടായിരിക്കും. ഒരു വീട്ടിൽ 1-2 പേര് അങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരും ഈ പരിഹാരം ചെയ്യുന്നത് എങ്ങനെയെന്ന് കേട്ടാൽ, ഇപ്പോൾ ഔട്ട്സൈഡ് കൺട്രീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ വീട്ടിൽ അമ്മയോ ഭാര്യയോ സഹോദരങ്ങളോ അവരുടെ പേരിന് ഒരു പിടി കല്ലുപ്പ് എടുത്തിട്ട് അവരുടെ പേര് മനസ്സിൽ വിചാരിച്ചിട്ട് എന്താ കാര്യമെന്ന് നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ വീട്ടിൽ നിന്ന് അതിരാവിലെ പോകുന്നവരാണെങ്കിൽ അവർ പോകുന്നതിന് മുന്നേ തന്നെ ഇതിൽ നിന്ന് ഒരു പിടി ഉപ്പ് എടുത്ത് മാറ്റി അവരിൽ നിന്ന് വാങ്ങിയിട്ട് അത് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഇത് നമ്മൾ പരിഹാരം ചെയ്യുന്ന സമയത്തിന് ഈ ഉപ്പ് അവരുടെ പേര് പറഞ്ഞ് അതിലേക്ക് ഇടാവുന്നതാണ്. ഉപ്പെല്ലാം പാത്രത്തിലോട്ട് ഇട്ടിട്ട് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വരാഹി അമ്മയുടെ ഇനി പറയുന്ന മന്ത്രം 15 മിനിറ്റ് പറയണം. മന്ത്രം ചൊല്ലുമ്പോൾ എല്ലാ പ്രാർത്ഥനയും മനസ്സിൽ പറയുക. എന്തൊക്കെയാ വേണ്ടത് എന്നുള്ളത് അമ്മയോട് മനസ്സിൽ പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലുക. കഷ്ടം പോയി, നല്ലത് വരണം,
ഉടനെ നല്ല കാര്യങ്ങൾ നടക്കണം, ആഗ്രഹങ്ങൾ നടക്കണം, പെട്ടെന്ന് നടക്കണം എന്ന് അമ്മയോട് പറയണം. 2 മണിക്കൂറിനുള്ളിൽ നടത്തി തരണമേ അമ്മേ എന്ന് വേണേലും പ്രാർത്ഥിക്കാം. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരമാണിത്. ഇത് ചെയ്യുന്നതിലൂടെ 3 മണിക്കൂറിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. വിശ്വാസത്തോടെ ചെയ്യുക. അമ്മയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന ഈ മന്ത്രത്തെ ഒരു 15 മിനിറ്റ് നിങ്ങളുടെ വായാലെ ചൊല്ലിയിട്ട് കല്ലുപ്പ് വെള്ളമൊഴിച്ച് അലിയിപ്പിക്കുക. കൈ കൊണ്ട് തന്നെ അലിയിപ്പിക്കുക. കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഉപ്പ് അലിയുന്നതിനാൽ എന്തെല്ലാം നടക്കുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് എനർജി എല്ലാം വെളിയിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലാകും. നിങ്ങളെ ചുറ്റി പോസിറ്റിവിറ്റി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസം കൈവരും. എന്തെന്നാൽ കല്ലുപ്പ് താന്ത്രികത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വസ്തുവാണ്, മഹാലക്ഷ്മിയുടെ അംശം. സോ വരാഹി അമ്മയെ വിചാരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊന്ന്, ഈ വെള്ളത്തിൽ ഒരു ശക്തിയുണ്ട്. വെള്ളം വച്ച് നമ്മൾ ഒരു വിഷയം ആവശ്യപ്പെട്ടാൽ അത് തീർച്ചയായും നടത്തിക്കിട്ടുമെന്നാണ്. ഈ വെള്ളം വെച്ച് വിശ്വസിച്ച് ഒരു വിഷയം കേൾക്കൂ, ഫലം നിറവേറ്റിക്കിട്ടുന്നതാണ്. അതൊരു സത്യമുള്ള വിശ്വാസമാണ്. അതിനാലേ മന്ത്രത്തെ മനസ്സിലോ അതല്ലെങ്കിൽ ഉറക്കെയോ ചൊല്ലിയിട്ട് ഏതെല്ലാം ശരിയാവണമെന്ന്, എന്തെല്ലാം ആവശ്യമുണ്ടെന്നോ അതെല്ലാം ഓർത്ത് ഈ മന്ത്രം ചൊല്ലുക. മന്ത്രം ഇതാണ്: ജലകണ്ഠകാലഭൈരവ രുദ്രവരാഹി നമോ നമഃ. ജലകണ്ഠകാലഭൈരവ രുദ്രവരാഹി നമോ നമഃ. ജലകണ്ഠകാലഭൈരവ രുദ്രവരാഹി നമോ നമഃ. ഇത് 15 മിനിറ്റ് വിടാതെ ചൊല്ലണം. 15 നിമിഷം ചൊല്ലി ഉപ്പ് അലിയിക്കണം. കൈകൊണ്ട് ഉപ്പ് അലിയിച്ചിട്ടേ ഇരിക്കണം. 15 മിനിറ്റിന് ശേഷം ഉപ്പ് അലിഞ്ഞ ശേഷം ആ വെള്ളം ഒന്നും ചെയ്യരുത്. ആ ദിവസം ഫുള്ളായിട്ട് വീട്ടിൽ തന്നെ വയ്ക്കുക. അതായത് ഇത് ചെയ്യേണ്ട സമയം അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ 3:30 മുതൽ 7 മണി വരെയുള്ള സമയത്തിനാണ് ഇത് ചെയ്യേണ്ടത്. 7 മണി കടക്കരുത്, 7 മണിക്ക് മുന്നേ ചെയ്തിരിക്കണം. അപ്പോൾ രാവിലെ ഈ ചെയ്യുന്നത് വെള്ളം 7 മണിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അലിയിച്ച് വെച്ച വെള്ളം അങ്ങനെ തന്നെ വയ്ക്കുക. നമ്മൾ പൂജാമുറിയിലോ അതല്ലെങ്കിൽ ഹാളിലോ ഇരുന്ന് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അവിടെ തന്നെ ഈ വെള്ളവും വയ്ക്കുക. പിന്നെ പീരീഡ്സ് ടൈമിലോ നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. വേറെ എന്തെങ്കിലും പുലവാലായ്മ ഉള്ളപ്പോഴോ ഇതും ചെയ്യാൻ പാടില്ല. പരിഹാരം ചെയ്യുന്ന ദിവസം ആരും നോൺ വെജ് ഭക്ഷണം കഴിക്കരുത്. വീട്ടിൽ പാചകവും ചെയ്യരുത്. പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് പറയുക, ഈ താന്ത്രികം ചെയ്യുന്ന ദിവസം നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്ന്. അടുത്ത ദിവസം കഴിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഈ വെള്ളം വച്ചിരിക്കുമല്ലോ, ഈ വെള്ളം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എടുത്തിട്ട് വീട്ടിലെ സിങ്കിലൊഴിക്കാം. സിങ്കിലൊഴിച്ചങ്ങ് കളയാവുന്നതാണ്. അതല്ലെങ്കിൽ വെളിയിൽ മരമോ ചെടിയോ എന്നിവ ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ച് കളയാവുന്നതാണ്. ആരും കാൽപ്പെടാത്ത ഇടത്തിൽ ഒഴിച്ച് കളയുക. അങ്ങനെ ചെയ്തിട്ട് കിടന്നുറങ്ങുക. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ താന്ത്രികം ചെയ്തത് അതിന് ഒരു പോസിറ്റീവായ ഫലം തീർച്ചയായും നിങ്ങളെ തേടി വരുന്നതാണ്. അത് രാവിലെ ഉണരുമ്പോൾ വന്നേക്കാം, അതല്ല ഇത് ചെയ്ത് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിലും വന്നേക്കാം. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാടാണിത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് രാവിലെ ഉണർന്ന ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു വഴിപാടാണ്.
രാവിലെ ചെയ്തിട്ട് രാത്രി വെള്ളം ഒഴിച്ച് കളയുക. പെട്ടെന്ന് തന്നെ കാര്യം നടക്കുന്നതാണ്. പിന്നെ വേറൊന്ന്, ഇത് പ്രാർത്ഥന വെച്ചിട്ട് 48 ദിവസമോ 21 ദിവസമോ 11 ദിവസമോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. പഞ്ചമി തിഥിയിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അമാവാസ്യ, ശനിയാഴ്ച ദിവസങ്ങളിൽ, അതുമല്ല എങ്കിൽ ഇങ്ങനെ 48 ദിവസമോ 21 ദിവസമോ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. പക്ഷേ അങ്ങനെ ദിവസം പ്രാർത്ഥന വയ്ക്കുന്നവരാണെങ്കിൽ നോൺ വെജ് ഭക്ഷണം വീട്ടിൽ ഉപയോഗിക്കാനേ പാടുള്ളതല്ല, പാചകം ചെയ്യാനും പാടുള്ളതല്ല. വ്രതശുദ്ധിയോടുകൂടി മാത്രം ചെയ്യുക. വരാഹിയമ്മ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തി തരുന്നതാണ്. അമ്മയുടെ മുന്നേ ജെനുവിനായി നിന്നാൽ അമ്മ നമ്മളെ എത്രത്തോളം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. അത് വിദ്യാഭ്യാസപരമായാലും ശരി, ഉദ്യോഗപരമായാലും ശരി, സാമ്പത്തികമായാലും ശരി, ഏത് രീതിക്കായാലും അമ്മ നമ്മളെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.